ഏതായാലും വണ്ടി എത്തിക്കുക. ഏതായാലും കയറി കയറി അസുഖം കയറി. ഞാനും എൻ്റെ ബാക്കിലുള്ളൂ. പോലെ ഇതിലോ നോർമല് ഞാൻ എന്നെ എടുക്കാം. മെട്രോയിൽ പോകണ്ട്. സാമേ അപ്പോൾ ഇന്ന് ഫുള്ള് എൻ്റെ ചിലവാട്ടോ. ഇനി എൻ്റെ അടുത്ത് ഒരു പൈസ ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ലാസ്റ്റ് കഴിഞ്ഞിട്ട് നടന്നു പോകാനുള്ള വകുപ്പുണ്ടാക്കരുത് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. ചക്കര പിന്നെ എന്താ വെച്ചാൽ പറഞ്ഞാൽ പിന്നെ ഒരു ഓക്കെയാണ്, പാലിക്കും, അത് നമുക്കറിയാം. ഏതായാലും ഇന്ന് ഫുൾ ഡേ അസ്ലാമിൻ്റെ അപ്പാണ്. ഓക്കെ, എന്തിനും പറയണോ? ഇങ്ങനെ ഇന്നത്തെ ദിവസം ദുബായ്, ഫുള്ള് ദുബായ്, അസ്ലാമിന്റെ കൂടെ. അസ്ലാം അങ്ങോട്ട് പോണ ഒരു സ്ഥലം പറഞ്ഞല്ലോ, കനാലിലാ. ഓക്കെ ഓക്കെ. അപ്പോൾ അസ്ലാമിന്റെ ഇപ്പോഴാണ് പറയണത് കേട്ടോ, ഇവിടെ കനാലുണ്ട്, അതായത് മനുഷ്യനിർമ്മിതാണ് തന്നെ. അനക്കെടുക്കണ്ടേ? ബിൽഡിംഗ് ആണ് ദുബായ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്നാ ബിൽഡിംഗ്! അങ്ങനെ കത്തിക്കോ. എന്താണ് ബിൽഡിങ് അല്ലേ? അങ്ങനെ ഞങ്ങള് അസ്ലാം പറഞ്ഞ സ്ഥലത്ത് എത്തിയാണ്. ഇതാണ് കനാല്. മതി മതി. ആ മതി. ഞാൻ നടക്കുന്ന ഒരു വീഡിയോ എടുത്ത് വൈകിട്ട് ഇല്ല. സംഭവം ഇപ്പം എന്തായാലും അസ്ലാമിനിപ്പോൾ ദുബായ് ഏകദേശമൊക്കെ അറിയാം, അതിപ്പോൾ മനസ്സിലായി. ഞങ്ങളെന്താ ഓർക്ക് ഞങ്ങളോട് വെറുതെ പറയാതിരിക്കുന്ന ഞാൻ ചക്കര അറിയാം കണ്ടോ. ഞാൻ ഇവിടുന്ന് നടന്നു നടക്കാം ഈ വൈകിട്ട്.
ഒരിക്കലെങ്കിലും ദുബായിക്ക് വരണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുബായിക്ക് വരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ആളാണ് ഞാൻ. വരാൻ ശ്രമിക്കുക. ഓക്കെ, കേട്ടോ. വെയിലിന്റെ ചൂട് ഇവിടെ നല്ല ചൂടാണ്. ഒരു 40 ഡിഗ്രി. ഞങ്ങൾ വന്നപ്പോ വെയിലത്താണ്, വെയിലുണ്ടാവും പോരണ്ട എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ വെയിലൊന്നും ഒരു വിഷയമല്ല. വെയിൽ നല്ല ചൂടുണ്ട്, പക്ഷെ എന്തായാലും അതൊന്നും നമുക്ക് എഫക്ട് ചെയ്യണില്ല. പോകുന്നപ്പോ ഞങ്ങൾ പറഞ്ഞു സമയം ഇവിടെ 3 മണിയായി, നല്ല വെയിലുണ്ടാവുന്നില്ലേ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു വിഷയം തന്നെയല്ല, വെയിലൊരു നോ പ്രോബ്ലം. അടിപൊളി സ്പേസ്. പിന്നെ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഇടയ്ക്കൊക്കെ ദുബായിൽ വന്നാണ്ട് ഇങ്ങനെ പോവാം. ഒരിക്കലെങ്കിലും വരാൻ നോക്കാം ദുബായിക്ക്. ദുബായ് വേറെ ലെവലാണ്.